എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ട സ്കില്ലുകൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2030 നമ്മൾ എന്ത് സ്കില്ലാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്? വേൾഡ് എക്കണോമിക് ഫോറം ഒരാഴ്ച മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. എത്ര പേര് വായിച്ചു എന്നറിയില്ല. അതിൽ പറയുന്ന 10 സ്കില്ലുകൾ ഇതൊക്കെയാണ്. ഈ 10 സ്കില്ലുകളാണ് കുട്ടിക്ക് ഉണ്ടാവേണ്ടതെന്നാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് ഉണ്ടാവേണ്ടതെന്നാണ്. അനലിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, റെസിലിയൻസ്, ഫ്ലെക്സിബിലിറ്റി, മോട്ടിവേഷൻ, സെൽഫ് അവെയർനെസ്, ക്യൂരിയോസിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്, ഡിപ്പെൻഡബിലിറ്റി, എംപതി, ലീഡർഷിപ്പ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ടെക്നോളജിക്കൽ ലിറ്ററസി. എന്തുകൊണ്ട് ഈ സ്കില്ലുകൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം AI എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്താലും ഇത് സൂപ്പർ ഹ്യൂമൻ സ്കില്ലുകളാണ്. ഹ്യൂമന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്കില്ലുകളാണ് ഈ സാധനം ഇല്ലാത്തവന് AI കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഉദാഹരണത്തിന്, ഓരോ ദിവസവും മൊബൈൽ മാറുന്നതിനേക്കാൾ വേഗത്തിലാണ് കരിയർ മാറുന്നത്. സമ്മതിക്കുന്നുണ്ടോ? കരിയർ മാറിക്കൊണ്ടേയിരിക്കുക, പുതിയ കരിയറുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പല കരിയറും പോകുന്നു. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യൂരിയോസിറ്റി ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് റെസിലിയൻസ് എന്ന് പറയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഇനി ഒരു ഫിക്സഡ് ജോലി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല ഭാവിയിലേക്ക്. നിങ്ങൾക്ക് കുട്ടിയിൽ ഈ സ്കില്ലുകൾ ഇപ്പോൾ വളർത്താൻ പറ്റുന്നുണ്ടോ? ഭാവിയിൽ അവൻ സക്സസ്ഫുൾ ആവും. കാരണം സ്കില്ല് മാറുന്നതിനനുസരിച്ച് പെട്ടെന്ന് സ്കില്ല് പഠിച്ചെടുത്ത് അഡാപ്റ്റബിൾ ആവാൻ പറ്റുന്നവനായിരിക്കും ഇനി സക്സസ്ഫുൾ. അതുകൊണ്ടാണ് ഈ ഒരു സാധനം. പറ്റുവാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. അതാണ് റീസൺ. അപ്പോൾ കുട്ടികളുടെ അഡാപ്റ്റബിലിറ്റി പഠിപ്പിക്കുക, അതുപോലെ തന്നെ റെസിലിയൻസ് പഠിപ്പിക്കുക, മോട്ടിവേഷൻ പഠിപ്പിക്കുക, ലൈഫ് ലോങ് ലേണിംഗ് പഠിപ്പിക്കുക. പക്ഷേ ഭാഗ്യത്തിന് ഈ സാധനമൊക്കെ കുട്ടികളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൺഎംപ്ലോയ്മെന്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്നവൻ എന്തുണ്ട്? പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലുകൾ പഠിക്കുന്നതിന്, സ്കിൽ സെറ്റ് പഠിക്കുന്നവന് ജോലി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് ഒരു സെഷൻ പാരന്റിങ്ങിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. സെക്കൻഡ് ഒരു സെഷനാണ് നമുക്ക് എങ്ങനെ കുട്ടികളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ള. അഡോളസെന്റ് പീരീഡിലുള്ള പാരന്റ്സ് ആണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ഈ അഡോളസെന്റ് പീരീഡിൽ കുട്ടികൾക്ക് ഭയങ്കര അഗ്രസീവ്നെസ് കാണാറുണ്ട് അല്ലെ? എന്താണ് അതിന്റെ റീസൺ എന്ന് ആർക്കെങ്കിലും അറിയാം? പൊതുവെ അഗ്രസീവ്നെസ് ആയിരിക്കും. നമുക്കൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. അത് ടീനേജിന്റെ ഒരു കോർ ഐഡന്റിറ്റിയാണ്. അതിനെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അതിന്റെ റീസൺ എന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ലിംബിക് സിസ്റ്റം മെച്യൂർ ആവുന്ന പീരീഡ് ആണ് ഏത്? അഡോളസൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ലിംബിക് സിസ്റ്റം, ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കുക, അത് മെച്യൂർ ആവുന്ന പീരീഡ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 24-25 ഇയറിലാണ് പ്രീഫോണ്ടൽ കോർട്ടക്സ് മെച്യൂർഡ് ആയി വരിക. അവർ വർക്ക് പ്ലേസിലേക്ക് വരുമ്പോഴാണ് അവർ എടുത്തു തുടങ്ങുക, ഡിസിഷൻ എടുത്തു തുടങ്ങുക. അതുവരെ അവർ ഡിപ്പെൻഡബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഡിപ്പെൻഡബിൾ ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ്, കൂടുതലും ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കുക. പക്ഷെ വർക്ക് പ്ലേസിൽ എത്തുമ്പോഴേക്കും പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഡെവലപ്പായി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വർക്ക് പ്ലേസിലേക്ക് കാത്തു നിൽക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ടീനേജിൽ തന്നെ കുട്ടിയുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കുറഞ്ഞു വരും. അപ്പോൾ അതൊരു ടിപ്പാണ്. അത് കുറയ്ക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ക്വിസും അതുപോലെ ബ്രെയിൻ ഗെയിംസും ഒക്കെ. ഞാനൊരു ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, പാരൻസിനും അറ്റൻഡ് ചെയ്യാം. ആ ചോദ്യങ്ങളിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ പ്രോബ്ലം സോൾവിങ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ആദ്യത്തെ ചോദ്യം ആർക്കാ കിട്ടാൻ നോക്കട്ടെ. ഓക്കെ, ചോദ്യത്തിൽ തന്നെ പലപ്പോഴും ഉത്തരം ഉണ്ടായിരിക്കും, പക്ഷെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പല കുട്ടികൾക്കും അറിയില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ക്വിസുകളിലൂടെ, ചെസ്സിലൂടെ, ബ്രെയിൻ ഗെയിമിലൂടെ ഒക്കെ ഇത് ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ്. ആ ഇന്ത്യൻ ക്രിക്കറ്റർ തുടങ്ങിയ ഒരു സിനിമ കമ്പനിയാണ് ഇത്. ഏത് ഇന്ത്യൻ ക്രിക്കറ്റർ? ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഇമേജ് വെരി കെയർഫുള്ളി. പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ ഇങ്ങനെയാണ്. അതിൽ തന്നെ ഉത്തരം കിടക്കുന്നുണ്ടായിരിക്കും. ചില ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ്, ചില ലെറ്റർ കാണാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ല. സോ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഒന്നും കൂടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പല ക്ലൂസ് ഉണ്ട്. ഒന്ന്, സാർ എന്താ പറഞ്ഞേ? വൈ ധോണി? D is there. So you guessed it as Dhoni. Perfect answer. That's a correct answer. നല്ലൊരു കൈയടി കൊടുക്കും. വെരി ഗുഡ്. ആക്ച്വലി നിങ്ങൾ ഇവരെ എത്രത്തോളം ഒബ്സർവ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഒബ്സർവേഷൻ കുറവായതാണ് പലപ്പോഴും പ്രശ്നം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് D ആണ്. റൈറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ക്രിക്കറ്റർ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി കിടക്കുന്നുണ്ട്. എന്താ കിടക്കുന്നത്? ഇത് 7 ആണ്. ഇത് 7 ആണ്. 7 എന്താണ്? ധോണിയുടെ ജേഴ്സി നമ്പറാണ്. ഇനി ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്ക്, എന്താ കാണുന്നത്?
ഒന്ന് ഒന്ന് പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി നോക്കിക്കുക. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സ്റ്റെമ്പായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റെമ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണ്? ധോണിയാണ്. കണ്ടോ, ഒരു ചോദ്യത്തിൽ തന്നെ എത്ര വഴികൾ കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ ബ്രെയിനും പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എത്രത്തോളം ഡെവലപ്പ് ആവാത്തത് കൊണ്ടാണ് ഇത് ഗസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കണം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ശല്യപ്പെടുത്തിയിരുന്ന ആളാണ് കേട്ടോ, എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ. ഞാനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കിണറ്റിലെടുത്തിടും. അത്രയും പറ്റുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചിരുന്ന പല ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സിനിമ കാണാൻ പോയിട്ടുണ്ടല്ലോ, എല്ലാവരും പോയിട്ടുണ്ട്. സിനിമ തിയേറ്റർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ കാണുന്ന സ്ഥലം എന്നാണ്. സംശയമൊന്നുമില്ലല്ലോ. ഡ്രാമ തിയേറ്റർ, ഡ്രാമ കാണുന്ന സ്ഥലം. ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ കാണുന്ന സ്ഥലമല്ലേ? ഇതായിരുന്നു എൻ്റെ ഡൗട്ട്. ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പണ്ട് കാലത്ത് ഓപ്പറേഷൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുക്കിയാൽ മതി, പഴയ ഓപ്പറേഷൻ തിയേറ്റർ. ഇങ്ങനെ ഒരു ഹോൾ ഷൂ ഷേപ്പിൽ നമ്മൾ ഗാലറിയിലൊക്കെ ഇരിക്കുന്ന പോലെ പലരും ഗാലറിയിൽ ഇരുന്ന് കാണും, ഓപ്പറേഷൻ കാണിച്ചു കൊടുക്കും. ആള് തട്ടിപ്പോയപ്പോഴാണ് എന്ത് ചെയ്തത്? ഇത് എടുത്ത് മാറ്റാൻ തുടങ്ങിയത്. ഇതേപോലെ ഞാൻ ചോദിച്ച വേറൊരു ചോദ്യമാണ്, നിങ്ങൾ ഇപ്പൊ ഇത് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, ക്യാമറ ഷൂട്ട്. നമ്മൾ ഗണ്ണുകൊണ്ട് വെടിവെക്കുന്നതിന് എന്താ പറയാ? ഷൂട്ടിംഗ് എന്നാണ് പറയാ. എന്തുകൊണ്ട് ഇതിന് രണ്ടിനും ഷൂട്ടിംഗ് എന്ന് പേരിട്ടത്? ഫോക്കസ് ചെയ്യുന്നു. തെറ്റാണ്, പക്ഷെ അതായിരുന്നു എൻ്റെ അച്ഛനും പറഞ്ഞ മറുപടി. ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഫോക്കസ് ചെയ്യുന്നവർ, കാരണം രണ്ടിലും ഫോക്കസ് ഉണ്ടല്ലോ, അതും ഫോക്കസ് ചെയ്യുന്നു, ഇതും ഫോക്കസ് ചെയ്യുന്നു. അതും ഞാൻ വിശ്വസിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആദ്യ കാലത്ത് ക്യാമറ ഉണ്ടാക്കിയിരുന്നത് തോക്ക് അൾട്ടർ ചെയ്തിട്ടായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കാണാം. തോക്ക് അൾട്ടർ ചെയ്തുകൊണ്ടാണ് ക്യാമറ ഉണ്ടാക്കിയത്. തോക്കിന്റെ മുകൾ ഭാഗത്ത്, റിവോൾവർ ഇടുന്ന ഭാഗത്ത് ഫിലിം ഇട്ടുകൊണ്ടാണ് ഇതുണ്ടായത്. അപ്പോൾ ക്യാമറ എടുക്കുന്നത് കണ്ടാൽ വെടിവെക്കുന്ന പോലെ തോന്നുമായിരുന്നു. അങ്ങനെയാണ് ക്യാമറ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദ്യം ചോദിക്കാറില്ല. കുട്ടികളിലെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വളർത്തണമെങ്കിൽ നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ വളരുമോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എന്ത് ചെയ്യുക, ചോദിക്കുമ്പോഴാണ് റിയൽ ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനിലൂടെ ഞാൻ ഓരോ കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ലോഗോയാണിത്. ഏത് സംസ്ഥാനത്തിന്റെ ലോഗോയാണെന്ന് ഗസ് ചെയ്യണം. ഇമേജിൽ തന്നെ ചില ക്ലൂ ഉണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നു, ഒരു ക്ലൂ ആണ്. അരുണാചൽ പ്രദേശ്. വൈ അരുണാചൽ പ്രദേശ്? സൂര്യൻ ഉദിക്കുന്നത് എവിടെയാ? ഈസ്റ്റിലാണ്. ഇന്ത്യയുടെ ഈസ്റ്റിൽ കിടക്കുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. അത്രയൊന്നും വേണ്ട. അരുൺ എന്ന് പറഞ്ഞ ആരാ? സൂര്യനാണ്. അത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ കയ്യിൽ തന്നെ ഉത്തരം കിടന്നാലും നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും തപ്പിപ്പോവും. അത് മാത്രമല്ല, അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് ആജൽ എന്താണെന്ന്. എന്താ ആജൽ എന്ന് പറഞ്ഞാൽ? മൗണ്ടൻ ആണ്. എന്ത് ആജൽ? അതുകൊണ്ടാണ് ഹിമാചൽ. മൗണ്ടൈനിലുള്ള ഇങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്, ഇതല്ല റിയൽ ലേണിംഗ്. ഇതാണ് റിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫൺ മേക്ക് ചെയ്യുന്നത്, അവർക്ക് തന്നെ പ്രോഗ്രസ് മേക്ക് ചെയ്യുന്നത്. ഓൾസോ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 ആളെ കണ്ടിട്ടുണ്ട്. എന്താ ഈ 2 ആള്? മലമുഴക്കി വേഴാമ്പല. അപ്പൊ നിങ്ങൾ അതിന്ന് പുതിയൊരു കാര്യം പഠിച്ചു. എന്താ പഠിച്ചത്? കേരളം കൂടാതെ മലമുഴക്കി വേഴാമ്പലുള്ള ഒരു സംസ്ഥാനമാണിത്. അടുത്ത കാര്യം പഠിച്ചു. ഇനി വേറൊരു സാധനം കിടക്കുന്നുണ്ട് ഇവിടെ. ഇതെന്തായിരിക്കും? ഒബ്വിയസ്ലി ആ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് അനിമൽ ആയിരിക്കും. ആ അനിമലിന്റെ പേര് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ക്ലൂ തരാം, നിങ്ങൾ ആരും മറക്കില്ല. അല്ല, ബൈസൺ അല്ല. ബൈസൺ ഒരു പ്രത്യേക പേരുണ്ട്. അല്ല, ഞാനൊരു ക്ലൂ തരാം. എൻ്റെ പേര് മൃദുൽ എന്നാണ്, എൻ്റെ അനിയന്റെ പേരാണ് പോത്തിനെ. ഞാൻ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന. ഓക്കെ അനിയാ, നിന്റെ പേരുള്ള ഒരു സംസ്ഥാനമുണ്ട്. ഓക്കെ, എൻ്റെ പേര് മൃദുൽ എന്നാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? ചുമ്മാ ഗസ് ചെയ്തോ. എൻ്റെ പേര് മൃദുൽ എന്നാണ്. അപ്പൊ അനിയന്റെ പേര് എന്തായിരിക്കും? അതാണ് ഈ പോത്തിന്റെ പേര്. മിഥുൻ. വെരി ഗുഡ്, ദിസ് ഈസ് മിഥുൻ എന്നാണ്. കണ്ടോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, എനിക്കൊരു ഒരു സ്ഥലമാണ് കിട്ടേണ്ടത്, ഒരു പ്ലേസ് ആണ് കിട്ടേണ്ടത്. ഇത് വെച്ചിട്ട് ഗസ് ചെയ്യണം. ഒരു പ്ലേസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ആ പ്ലേസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഇയാള്.
ഭാഗ്യചിഹ്നമാണ് ഇയാൾ. ഇയാളെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സംസ്ഥാനമാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റൈറ്റ്? ഇയാളുടെ ഒരു രൂപം സാദൃശ്യമൊക്കെ കണ്ടിട്ട് ഏത് സംസ്ഥാനമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തത്, ഇതിന് പേര് കിട്ടിയത്, ഈ സ്ഥലത്തിന് പേര് കിട്ടിയത് മഹിഷാസുരന്റെ ഊര് എന്നുള്ളതിൽ നിന്നാണ്. മൂന്നാമത്തെ ഒരു ക്ലൂ കൂടി തരാം, ഒരു മധുര പലഹാരത്തിന്റെ പേരും കൂടി ഈ സ്ഥലത്തിന്റെ പേരിലുണ്ട്. ഇന്ത്യയിലെ ഏത് സ്ഥലം? മൈസൂർ. എങ്ങനെ മൈസൂർ കിട്ടിയത്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മൈസൂർ. ഇതിനെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയാ. എങ്ങനെ ഇത് ഡിഡക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നറിയോ? കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് ആൻസറിലേക്ക് എത്തുക. എല്ലാ ആൻസറും നമുക്ക് അറിയുന്നുണ്ടാവില്ല. 4 ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ആ തൊപ്പി കർണാടകത്തിലെ തൊപ്പിയാണ്, വെരി ഗുഡ്. അത് അറിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു സൗത്ത് ഇന്ത്യൻ അറ്റയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അറ്റ്ലീസ്റ്റ്, റൈറ്റ്? സൗത്ത് ഇന്ത്യൻ അറ്റയർ ആണെന്ന് ഗസ് ചെയ്യാലോ. രണ്ടാമത്തത് ആനയാണ്. ആന സൗത്ത് ഇന്ത്യയിലുള്ള 2 സംസ്ഥാനങ്ങള് കേരളവും കർണാടകവും. കേരളം അല്ലാന്ന് നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ കർണാടകയാണ്. ഇനി കർണാടകത്തിലെ ഏത് സ്ഥലമാണെന്നുള്ള മഹിഷാസുരന്റെ ഊര് എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും പേര് വരിക എങ്ങനെയായിരിക്കും? പേര് ലോപിച്ചുകൊണ്ടാണ് വരിക, ചുരുക്കി കൊണ്ടാണ് വരിക. മഹിഷാസുരന്റെ ഊര് മഹിഷൂരായി, മഹിഷൂർ എന്തായി മാറി? മൈസൂരായി. കൂടുതൽ ഞാൻ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ക്ലൂ കൂടി തന്നു. എന്ത്? ഒരു സീറ്റാണെന്ന്. കണ്ടോ? ഇങ്ങനെയാണ് ഡിഡക്റ്റ് ചെയ്തിട്ട് ആൻസർ എത്തേണ്ടത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഡിഡക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ലാറ്ററൽ തിങ്കിങ് പോലുള്ള സ്കില്ലുകൾ വേണം. വെരി ഗുഡ്. ഇത് പഴയ ഹോക്കി താരങ്ങളാണ്. ഇയാളെ ഹോക്കി മാന്ത്രികൻ എന്നാണ് വിളിക്കുക. ധ്യാൻ ചന്ദ് ആണ്. ഇയാൾ ആരാന്നറിയോ? ഇയാളെ പുതിയ ആളുകൾക്കൊന്നും അറിയാനൊരു സാധ്യതയില്ല. നോട്ട് പെരേര. ഓക്കെ, ഐ ഗിവ് എ ക്ലൂ. എൻ്റെ ക്വസ്റ്റ്യൻ ഇത് മാത്രം മതി. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മലയാളത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നടൻ തൻ്റെ മക്കൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഈ 2 ഹോക്കി താരങ്ങളിൽ നിന്നാണ്. ആര്? ശ്രീനിവാസൻ. ഫസ്റ്റത്തത് ധ്യാൻ ചന്ദിലെ ധ്യാൻ ശ്രീനിവാസൻ. രണ്ടാമത്തെ ആളുടെ പേര് വിനീത് കുമാർ ശർമ്മ എന്നാണ്. ശ്രീനിവാസൻ, ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, ഇറ്റ്സ് വെരി ഗുഡ്. ശ്രീനിവാസൻ. കണ്ടോ? ചില തുമ്പ് കിട്ടിയാൽ മതി. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചില സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. PSCയിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചോദ്യത്തിന്റെ നേരെ തിരിച്ചുള്ള ചോദ്യം ചിലപ്പോൾ 15ാമത്തെ ചോദ്യത്തിൽ കിടക്കുന്നുണ്ടായിരിക്കും. ചോദ്യം കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ 2 മാർക്കും ഒരുമിച്ച് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ആ ചോദ്യം ശ്രദ്ധിക്കില്ല. അപ്പോൾ ഒരു തുമ്പ്, ഇപ്പൊ ധ്യാൻ എന്നുള്ള ഒരു തുമ്പ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, മറ്റാളെ അറിയുകൂടി വേണ്ട. അപ്പോൾ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്ത് വന്നാലും അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഐ ഹാവ് നോ സ്പെഷ്യൽ ടാലന്റ്. എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ ടാലന്റ് ഒന്നുമില്ല, ബട്ട് ഐ ആം പാഷനേറ്റ്ലി ക്യൂരിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാഷനേറ്റ്ലി ക്യൂരിയസ് ആണ്. ക്യൂരിയസ് ആവുമ്പോഴാണ് ഞാൻ ഇതിന് പിന്നാലെ അന്വേഷിച്ചു പോകുന്നത്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ടാലന്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം ഐൻസ്റ്റീനെ തന്നെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂരിയോസിറ്റിയാണ് പ്രധാനമായിട്ടും ഇതിന്റെ കാര്യം. അപ്പോൾ നമ്മൾ 2ാമത്തെ പാർട്ടും നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു പാർട്ടും കൂടിയേ ഉള്ളൂ. എങ്ങനെ കുട്ടികളുടെ മെമ്മറിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാം എന്നുള്ള പാർട്ടാണ് അടുത്തത്.